അപ്പോൾ 3 കോടി 258 ഞാൻ ആ ഡാഷ്ബോർഡിൽ കണ്ടിട്ടുണ്ട്. 3 crore ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ ഇവരൊരു മൈക്രോ നീഷ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഹായ് കലാംക. ഹായ്. അപ്പോൾ 3 കോടി എങ്ങനെ, അതാണ് എനിക്കറിയേണ്ടത്. 3 കോടി ആക്ച്വലി ഇവരുടെ ബിസിനസ് നീഷിനെ സംബന്ധിച്ചോളം കുറവാണ്. വൈ? ബിക്കോസ് ഇവരുടെ ഈ ഒരു ക്ലയൻറ്റിൽ നിന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇവരുമായിട്ട് എൻഡ് ഉള്ളതുകൊണ്ട് ഒരിക്കലും ഇവരുടെ ക്ലയൻറ്റ് നെയിം പറയാൻ പറ്റില്ല. ഇവരൊരു മൈക്രോ നീഷ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്, സർവീസ് സെക്ടറാണ്. ഒരു പ്രോഡക്റ്റ് അല്ല ഇവർ ആക്ച്വലി സെല് ചെയ്യുന്ന, ഒരു സർവീസാണ് കൊടുക്കുന്നത്. ഇവരുടെ ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി HNIs ആണ്. ഒരു ടോപ്പ് 10% ആളുകളെയാണ് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു 3 crore എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്താൻ നമ്മൾ ട്രാവൽ ചെയ്ത ജേർണി അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് അതിന് വേണ്ടി എടുത്തു, അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു? നമ്മൾ ഇതിൻ്റെ ഒരു ടോട്ടൽ അവെയർനെസ് പ്ലസ് ലീഡ് ജെൻ ഫണലിന് വേണ്ടിയിട്ട് നമുക്കൊരു 1.25 മാസമാണ് എടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് 1.25 മാസം നമ്മൾ ആ ഒരു അവെയർനെസ് ക്യാമ്പയിൻ പോകുന്നുണ്ടായി. അതിനോടൊപ്പം തന്നെ ലീഡ് ജെൻ ഒരു 20 ഡേയ്സിന് ശേഷം നമ്മൾ ലീഡ് ജെൻ സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. നമ്മുടെ അതിൻ്റെ ലീഡ് കോസ്റ്റ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. സ്റ്റാർട്ടിങ് വിത്ത് 800 rupees ബഡ്ജറ്റിൽ നമുക്ക് 46 രൂപയാണ് ലീഡ് കോസ്റ്റ് വന്നിരുന്നത്. അപ്പം പ്രീവിയസ്ലി ഈ കമ്പനിയുടെ ലീഡ് കോസ്റ്റ് 150 to 250, 258 ഞാൻ ആ ഡാഷ്ബോർഡിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളൊരു മൾട്ടി ലെവൽ പല കണ്ടീഷൻസ് വെച്ചിട്ട് ഓഡിയൻസിനെ പൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ റീടാർഗറ്റ് ലീഡ് ജെൻ ക്യാമ്പയിൻസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ഒരു HNIസിലേക്ക് കറക്റ്റ് ചെല്ലുകയും റിക്വയർമെൻ്റ് ഉള്ള ആളുകളിലേക്ക് ചെല്ലുകയും ആ 46 എന്ന് പറയുന്നത് എൻ്റെ കരിയറിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്.